മുഖ്യമന്ത്രി ഇന്ന് മഹാസമ്മേളനത്തിൽ കുവൈറ്റിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് അവിടെ പ്രവാസികൾ ഒരുക്കുന്നത്. മലയാളം മിഷനും ലോക കേരള സഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനം ഇന്ന് നടക്കും. ഒപ്പം തന്നെ കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൗദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ നിർണായകമായ ചർച്ചകളും നമ്മുടെ സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരുന്നതിനടക്കമുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാലുദ്ദീൻ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. തത്സമയം നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളെന്ന്. ജമാൽ, ഗുഡ് മോർണിംഗ്. ഇന്നാണ് കുവൈറ്റ് കാത്തിരിക്കുന്ന മഹാസമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കുവൈറ്റിലെ പ്രവാസി സഹോദരങ്ങൾ ഒരുക്കുന്ന ആവേശകരമായ സ്വീകരണം ഇന്നാണ്. എപ്പോഴാണ് ഈ സമ്മേളന സമയം? മറ്റൊരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? മനു, തീർച്ചയായും കുവൈത്തിലെ പ്രവാസി മലയാളികൾ അങ്ങേയറ്റം ആവേശത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്, മഹാസമ്മേളനമാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മൻസൂരിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുക. ഇതിനായുള്ള ആഴ്ചകളായുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ സംഘാടകർ നടത്തിയിരുന്നു. ഇതിന്റെ ഒരു വിജയം ഇന്നത്തെ പരിപാടിയിൽ ഉണ്ടാകുന്നതിനെയാണ് സംഘാടകർ കരുതുന്നത്. ഇന്നലെയും മിനിയാന്തമായി ഈ വേദിയിലേക്ക്, ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. ഇന്നലൊക്കെ രാത്രി വലിയ തിരക്കായിരുന്നു ഇവിടെ. ഇന്ന് തീർച്ചയായും വലിയ തോതിലുള്ള ജനക്കൂട്ടം അത് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കാൻ സംഘാടകർ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രവാസി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ, അതിൽ തൊഴിലാളികൾ, സംരംഭകർ, രാഷ്ട്രീയ പ്രമുഖർ, IT പ്രൊഫഷണൽ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും എത്തിച്ചേരും. അതിനുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രവാസികളാണെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഏറെ കാത്തിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലമായി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിച്ച ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ എങ്ങനെയാണ് പടുത്തുയർത്തിയത് എന്നറിയാൻ, അല്ലെങ്കിൽ അക്കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി കഴിഞ്ഞ ഈ ഗൾഫ് പര്യടനത്തിൽ പ്രവാസി മലയാളികളോട് പറഞ്ഞത്, വിശദീകരിച്ചത്. എങ്ങനെയാണ് 2016 മുതൽ 2026 വരെ കേരളം വികസനത്തിലേക്ക് നടന്നെടുത്തത്, മുന്നോട്ട് കുതിച്ചത്, അത് കൃത്യമായി അക്കമിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ പ്രവാസി ക്ഷേമ പദ്ധതികൾ എങ്ങനെയാണ് പ്രവാസികൾ ഗുണകരമായത് എന്ന് പ്രവാസികൾ പറഞ്ഞു. പക്ഷെ പ്രവാസികളെ നേരിട്ട് അറിയുകയാണ്. ഒരുപാട് പദ്ധതികളുടെ നോർക്കയുടെ വിവിധ പദ്ധതികൾ, ഈ NDPRAM സംരംഭക പദ്ധതി, അതുപോലെ സാന്ത്വനം, ആർദ്രം, ഏറ്റവും കൂടുതൽ പ്രവാസി കെയർ, നോർക്കയുടെ പ്രവാസി കെയർ പദ്ധതി, അത് ഇൻഷുറൻസ് പദ്ധതി, ഇപ്പോൾ പ്രവാസികൾ അതിന്റെ ഗുണഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ പദ്ധതിയിലൊക്കെ ചേരാൻ വലിയ തിരക്കാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഈ പ്രവാസി ക്ഷേമ പദ്ധതികളുമായി ഒരു ഭാഗത്ത്, ഒപ്പം കേരളത്തിലെ വികസന പദ്ധതികൾ, ഇതൊക്കെ തന്നെയും നടപ്പാക്കുന്ന ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രി തലവനെ, ആ ജനകീയ നേതാവിനെ കാണാൻ അങ്ങേയറ്റം ആവശ്യത്തിലാണ് പ്രവാസി മലയാളികൾ ഉള്ളത്. നേരത്തെ ഈ ഖത്തറിലും അതുപോലെ തന്നെ മസ്കത്തിലും സലാലയിലും ബഹ്റൈനിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയധികം ജനങ്ങൾ എത്തിച്ചേരുന്നു. അവർ മുഖ്യമന്ത്രിയോട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു, അവരുടെ പ്രയാസങ്ങൾ പറയുന്നു. പല രാജ്യങ്ങളിലും മുഖ്യമന്ത്രി നേരിട്ട് അവരുമായി സംവാദ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ട് മൻസൂരിയയിലെ അൽ അറബി സ്റ്റേഡിയം ഒരു ചരിത്ര സംഗമമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുവൈത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രവാസി സംഗമമായി ഇത് മാറും എന്നാണ് ഇപ്പോൾ കരുതുന്നത്.